വൃഷഭ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മോഹൻലാൽ അന്യഭാഷയിൽ നായകനായി എത്തുന്ന സിനിമ. രണ്ട് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന സിനിമയാണ്. വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള സിനിമയാണ്. നന്ദകിഷോറാണ് സംവിധാനം. ഈ അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം ഇത്രത്തോളം വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടില്ല. യാതൊരു വിധത്തിലുള്ള പോസിറ്റീവും എടുത്തു പറയാനില്ല. നായകനായ മോഹൻലാൽ മുതൽ അഭിനയിച്ചവരെല്ലാവരും ദുരന്തം പെർഫോമൻസ്. സ്റ്റാർട്ട് ടു എൻഡ് സഹതാപം തോന്നുന്ന ഫ്രെയിമുകൾ, അതിൻ്റെ ഡയലോഗുകൾ, പെർഫോമൻസസ് എല്ലാം അലമ്പായിട്ടുള്ളൊരു സിനിമ. എന്തിനാണ് മോഹൻലാൽ ഇത്തരം സിനിമകളിൽ പോയി അഭിനയിക്കുന്നതെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടാവുന്ന ഒരു സിനിമയാണ്. ഇതിൽ എന്തെങ്കിലും ശരാശരി നിലവാരം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചില ആക്ഷൻ സീക്വൻസുകൾ മാത്രമാണ്. എടുത്തു പറയുന്ന ചില ആക്ഷൻ സീനുകൾ മാത്രം. ഈ സിനിമ ഒരു മോശം സിനിമയാണെങ്കിൽ ഇതിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് ദുരന്തം പെർഫോമൻസ് ആണ്. ഇതിൽ ഏറ്റവും മോശം കാര്യങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയുന്നത് ലാലേട്ടൻ്റെ പെർഫോമൻസ് തന്നെയായിരിക്കും. അത്രത്തോളം വേസ്റ്റാണ്. നന്ദകിഷോറൊക്കെ നമുക്കറിയാം, ഒരു ബിലോ ആവറേജ് ഡയറക്ടറാണ്. മുന്നത്തെ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാലഘട്ടത്തിലായിട്ടാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. അതിൽ പഴയ കാലഘട്ടത്തിൽ ലാലേട്ടൻ ഒരു രാജാവിൻ്റെ വേഷമാണ്, വൃഷഭ മഹാരാജാവ്. ലാലേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിയോ സഹതാപമോ സങ്കടം എന്തൊക്കെയോ തോന്നും. അങ്ങനത്തെ ഒരു ഊള വിഗും വിറ്റ് ചെയ്തിട്ട് പുള്ളി അങ്ങ് വരികയാണ്. പുള്ളിക്ക് ചേരാത്തൊരു കോസ്റ്റ്യൂം. ഇത്തരത്തിലുള്ള ഒരു യോദ്ധാവായിട്ടോ അല്ലെങ്കിൽ ഒരു രാജാവായിട്ടോ ഒക്കെ വരുന്ന സമയത്ത് ഒരു അഭിനേതാവ് കുറച്ചൊക്കെ എഫേർട്ട് ഇടണം. ഇങ്ങനെ ഒരു എഫേർട്ടില്ല, ചുമ്മാ പോവുക. നോർമലി വെക്കുന്ന വിഗിൻ്റെ ബാക്കിൽ എന്തോ ഒരു കുറച്ച് നീളമുള്ള മുടിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങ് വരും. കാണുമ്പോൾ തന്നെ ദയനീയമായൊരു ഫീലാണ്. പുതിയ കാലഘട്ടത്തെ കഥ പറയുമ്പോൾ അങ്ങൊരു ബിഗ് ബോസിൽ അതേ ലുക്കാണ്. ബിഗ് ബോസിൽ വരുന്ന കോസ്റ്റ്യൂമും അതേ ഒരു ഹെയർ സ്റ്റൈലും അതേ താടിയും പരിപാടിയൊക്കെ ആയിട്ട് ബിഗ് ബോസിലെ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അങ്ങോട്ട് അഭിനയിക്കുന്നത്. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ. അതുപോലെ നാടക ഡയലോഗ്, ഒരു എഫേർട്ടും ഇടാതെ ഡയലോഗ് ഡെലിവർ ചെയ്തിരിക്കുക. വഷളത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത്രയും കാലിബറിൽ ഇത്രയും ടാലൻ്റുള്ള മലയാളത്തിൻ്റെ മഹാനടൻ, ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാൾ, അത്രത്തോളം പരിതാപകരമായ അവസ്ഥ, അത്രത്തോളം അലസനായി അഭിനയിക്കുക. ഈ സിനിമയുടെ പേരിൽ എന്തെല്ലാം വിമർശനം കൊടുക്കുന്നുണ്ടോ അതായത് അതിൽ 90% കൊടുക്കേണ്ടത് ശ്രീ മോഹൻലാലിന് തന്നെയാണ്. വേസ്റ്റ് പടമാണ്. ഒരു തരത്തിലും തിയേറ്ററിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒന്നും എടുത്ത് പറയാനില്ല. ഇതിൽ ലാലേട്ടനോടൊപ്പം ചെയ്തിരിക്കുന്ന ഒരു പയ്യനാണ്, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അയ്യോ, അതിദയനീയമായ പെർഫോമൻസ്. മോഹൻലാൽ മോശമാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ എങ്ങനെ മോശമാണെന്നാണ് ആ പയ്യൻ. അയാൾ പിന്നെ ഒരു തുടക്കക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണോ എന്ന് അറിയില്ല, മുന്നത്തെ സിനിമയൊന്നും കണ്ടതേ ഓർക്കുന്നില്ല. എന്തായാലും അദ്ദേഹം വളരെ മോശം പ്രകടനമാണ്. ഈ രണ്ട് ക്യാരക്ടറാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ആരൊക്കെയോ ഉണ്ട്, എല്ലാവരും അബദ്ധമാണ്. മേക്കപ്പും അതുപോലെ കോസ്റ്റ്യൂമും അതുപോലെ ഡയലോഗുകളും ഇതിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എല്ലാം ദുരന്തം ലെവലാണ്. ഒരു തരത്തിലും തൃപ്തി തരാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും കണ്ടിരിക്കാൻ പോലും വയ്യാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് വൃഷഭ.